ഹായ് ഗായ്സ്, നമ്മൾ നാളെ കൊച്ചി പോവാണ്. നാളെ അല്ല, ഇന്ന് നമ്മള് മയൂകര വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ബൈ. നമ്മൾ 2 ദിവസത്തേക്കാണ് പോകുന്നത്. വെറുതെ പെട്ടി കേട്ടു. നമ്മളിനി ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ട് വരാ. നമുക്കിനി എത്ര മണിക്കൂറും കൂടെ ഉണ്ട് ഉറങ്ങാൻ? 3 hours. എന്തോ എനിക്ക് വെള്ളം ചേരൂല. വെറുതെ ഇറങ്ങൂ. പെട്ടെന്നാവട്ടെ, സമയമായിരിക്കുന്നു. 9:45. നമ്മൾ ഊബറിന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാണ്? 5:20. സ്യൂട്ട് കേസൊക്കെ റെഡിയാണ്. ലാസ്റ്റ് കളിയൊക്കെ എന്നെ തന്നെ എല്ലാം ഫിറ്റ് ചെയ്തില്ലേ നമ്മള് അല്ലേ? ചെരുപ്പൊക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഊബർ വന്നു. ഓക്കെ, മതി. വേറെ ഒന്നും വയ്ക്കണ്ടല്ലോ. കൊച്ചി എത്താറായി. നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ആദ്യം ബാഗൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് പിന്നീട് വന്ന് റൂമിൽ പോകാമെന്നാണ് പ്ലാൻ. കാരണം രാവിലെ നമ്മളിപ്പം എത്തുമ്പോഴത്തേക്ക് ഒരു 9:30 ആവും. അപ്പം അപ്പോഴേ ചെക്ക് ഇൻ ചെയ്യാൻ റൂമിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബാഗെല്ലാം അവിടെ റിസപ്ഷനിൽ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ജയലക്ഷ്മി പോകാനാണ് ഫസ്റ്റ് പ്ലാൻ. ജയലക്ഷ്മിയുടെ ആ ഒരു സ്ഥലത്ത് കുറേ ബുട്ടീക്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏരിയ മൊത്തം കവർ ചെയ്യാനാണ് മോർണിംഗ് പ്ലാൻ. യെസ്. ബാഗെല്ലാം വെച്ച് നേരെ ജയലക്ഷ്മി തൊട്ട് തുടങ്ങും. ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്യണം. ഇപ്പം 9:15 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രെയിനിൽ നിന്ന് തന്നെ എല്ലാവരും കഴിച്ചുകൊണ്ട് ഇപ്പോൾ ആർക്കും വിശപ്പൊന്നുമില്ല. ഒരു കടയും തുറന്നിട്ടില്ല. 9:30 എല്ലാ കടയും തുറക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല. നമ്മൾ എത്തുമ്പോഴത്തേക്ക് 9:30 ആവും അവിടെ എല്ലാവരും അവിടെ എത്തുമ്പോഴത്തേക്കും. പിന്നെ ആദ്യം പോകുന്നത് ജയലക്ഷ്മിയുടെ പിന്നെ സൈഡിൽ കുറെ ബുട്ടീക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഇത്തിഹ അല്ലേ, ഇത്തിഹ കുറച്ച് കടകളുണ്ട്. നമ്മൾ മെട്രോ എടുക്കാന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ മേ ബി തിരിച്ചു പോകുമ്പോഴത്തേക്ക് മെട്രോ എടുക്കാം. അങ്ങനെ നമുക്ക് ജയലക്ഷ്മിയിലേക്ക് നമ്മള് ജയലക്ഷ്മിന്ന് ഒരു സാരി എടുത്തു. EMI സാരി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ EMIക്ക് ഇഷ്ടമുള്ള കളർ തന്നെ കിട്ടി. സോ ഐ ആം ഓൾസോ ഹാപ്പി. നമ്മള് കാഞ്ചീപുരം വന്നു. ഇവിടെ നോക്കാം. ജസ്റ്റ് എനിക്ക് അറിഞ്ഞൂടെ വാങ്ങുമെന്ന്.
കാഞ്ചീപുരം. എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ വന്നെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് വന്നെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിക്കാൻ വന്നു, പക്ഷെ നല്ല ഏർലി ആയതുകൊണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 12-നാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് അവിടെയാണ് പറഞ്ഞത് ടോപ്പ് ഇത് ട്രിവാൻഡ്രത്തില്ല അല്ലേ? ഇല്ല. നമ്മൾ ഊബറിന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് പോത്തീസ് ഉണ്ട്, ശ്രീമാട്ടി ഉണ്ട്, വേറെ പുളിമൂട്ട്, വേറെ അത്ര 3 കൂടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം സെറ്റാണ്. അവിടെ നിന്നും കൂടെ വാങ്ങണം. വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല. നമുക്കിന്ന് 2 hours ഓഫ് സ്ലീപ്പാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ഇനി ഹോട്ടലിൽ ഈവനിങ് ആവും. നമ്മൾ ഇന്നത്തെ പ്ലാൻ ഇച്ചിരി ഉണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഇന്നാണോ പോകുന്നത്? പറ്റിയ നമ്മൾ സാരി എടുക്കുക. ഇനി പോത്തീസ് ഉണ്ട്, ഷീമാട്ടി ഉണ്ട്, പുളിമൂട്ടിലുണ്ട്. എന്നുണ്ടെങ്കിൽ നമ്മൾ സാരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി പോകും. അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് ഷീമാട്ടി. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഒരു 21 minutes ഒക്കെ ഉണ്ട്. 21 minutes ഒക്കെ ഉണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മണി 1 മണിയായല്ലേ? 1 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമായിട്ടും സമാധാനത്തോടു കൂടിയും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ ബാ. എല്ലാവരും തളർന്ന ഒരു വഴിയായിട്ട് ഷീമാട്ടി എത്തി. ഇനി ഇവിടെ നോക്കണം. ഇവിടെയാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, ഇവിടെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് മയൂകയുടെ പ്രതീക്ഷ. മയൂകയുടെ അമ്മയ്ക്കും വെറുതെ അപ്രൂവലിന് വേണ്ടി വിളിച്ചിരിക്കുന്നുണ്ട്. വെറുതെ അതാണ് നോക്കുന്നത്. ഷീമാട്ടി കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഷീമാട്ടിയിൽ നിന്ന് ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. നമ്മൾ ഒരെണ്ണം മാറ്റി വെച്ച് നാളെ വരതയ്ക്ക് വന്ന് എടുക്കാൻ. പിന്നെ എനിക്കൊരു ഓറഞ്ച് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് എന്തോ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മളിനി 2 കടയിലും കൂടെ പോകാറുണ്ട്. അതുകൊണ്ടൊക്കെ അതിൻ്റെ ഫൈനലൈസ് ചെയ്യുള്ളൂ. എന്താ വീണ്ടും ഊബർ പിടിക്കുന്നു. ഇനി നെക്സ്റ്റ് എവിടെയാ? അൽമാര ബൈ പുളിമൂട്ടിൽ വന്നു. നമ്മൾ ഡെഡാണ്. നമ്മൾ മതിയായി, തള ഉറക്കം വരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു റൂമിലൊക്കെ പോയി കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് രാത്രി ഇറങ്ങാം. എന്നിട്ട് പോത്തീസാണ് ലാസ്റ്റ് കട. അവിടെയും കൂടെ കിട്ടിയില്ലെങ്കിൽ 3 പേർക്കും അറിയത്തില്ല എന്ത് ചെയ്യും. ഇത്രയും ദൂരം വന്നിട്ട് ഒരേ ഒരു സാരിയാണ് വാങ്ങിച്ചത്. ഞാൻ ഇപ്പോൾ ഒരു ചുരിദാർ വാങ്ങിച്ചു. പോക്കറ്റ് ഷവർമ ആൻഡ് കട്ട്ലറ്റ്. നീ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണം? Please mind the gap between the train and the platform. The metro system is under CCTV. നമ്മൾ ഇപ്രാവശ്യം മെട്രോയിൽ കയറി. എൻ്റെ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ദുബായിൽ കയറിയിട്ടുണ്ട്, ഇവിടെ കയറിയിട്ടില്ല. നമ്മളിത് ആക്ച്വലി കുറച്ച് പെട്ടെന്ന് എത്തി. ചീപ്പും ഇതാണ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് കുറച്ച് പോകണം. അതിന് ഓട്ടോ പിടിക്കണം.
Little and pocket shawarma. കൊള്ളാമോ? കൊള്ളാം. നമ്മളപ്പോൾ റൂമിൽ വന്നു. കുറേ ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കി. ലാസ്റ്റ് നമ്മൾ ഒന്നിൽ ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ് പോകാൻ പോകുന്നത്? സയൻസ് മാത്രം അവിടെ ഇങ്ങനെ എഴുതി കാണിക്കാം. അത് തന്നെ, അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒരു ഇപ്പൊ എത്ര മണി? ഇപ്പൊ 7:30 ആയിട്ടുണ്ട്. നമ്മളിപ്പൊ ഇറങ്ങിയാലേ അവിടെ എല്ലാം പോയി കഴിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റൂ. കാരണം നമുക്ക് അതായത് ഇന്നലെ 2 hours ഓഫ് സ്ലീപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കണ്ട വ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഞാൻ പറയാനുണ്ട്. വേറെ മൊത്തത്തില് വ്ലോഗ് എടുക്കുമ്പോ ഒക്കെ ഉറങ്ങിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. What is this? Okay, so okay, anyways നമ്മളിപ്പോ പോവാൻ പോവാണ് ഗൈസ്. ബൈ. എന്നെ കണ്ടോ, എല്ലാവരും ഔട്ട്ഫിറ്റ് പ്ലാൻഡ് ആണ്. ഞാൻ മാത്രം കണ്ടോ വേറെ ആയിട്ട് വന്നത്. അല്ലല്ല ബയോഗ ഇട്ടു. ഇനിയിപ്പൊ വരത് ഔട്ടാണ്. ഔട്ടായി. ഓക്കെ, നമ്മള് ഓക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ജംഗ്ഷന്റെ ഇവിടത്തെ ജംഗ്ഷന്റെ പേരെന്താണ്? നമ്മൾ ചേച്ചി വെറുതെ കേട്ടില്ല. കടവന്തടവ. ഓക്കെ, നമ്മൾ രാവിലെ എണീറ്റു. ഇന്നലെ രാത്രി നമ്മൾ ഡിന്നർ പോലും കഴിച്ചില്ല. അതിൻ്റെ മുന്നേ കിടന്നുറങ്ങി നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നതാ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഒരു ഇന്നലെ രാത്രി എത്തിയപ്പോഴത്തേക്ക് ഒരു 10 ആയി. പക്ഷേ നമ്മൾ അപ്പം തന്നെ ഉറങ്ങി. നമ്മൾ ഡിന്നർ പോലും പോയി കഴിച്ചില്ല, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണീറ്റു. ഇനി എവിടെയെങ്കിലും ആദ്യം പോയി കഴിച്ചിട്ട് പിന്നെ പോത്തീസ് പോകാനാണ് പ്ലാൻ. പോത്തീസ് ചെന്ന് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഞാൻ ഷീമാട്ടിയിൽ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കും വാങ്ങുന്നത് മോസ്റ്റ് പ്രോബബ്ലി, ഒരു ഓറഞ്ച് വൺ. സോ നമ്മളിപ്പോൾ കഴിക്കാൻ പോകണം. എങ്ങോട്ട് പോകുന്നതിന് പ്ലാനില്ല. ബട്ട് നമ്മളെല്ലാം ബാഗെല്ലാം ഇവിടെ തന്നെ വെച്ചു. ചെക്കൗട്ട് ചെയ്തിട്ടും ബാഗെല്ലാം ഇവിടെ തന്നെ വെച്ചു. അവർ വെക്കാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു 6, നമുക്ക് ട്രെയിൻ 7:20 നൈറ്റ്. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വന്ന് ബാഗ് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ. പോത്തീസ് ഫൈനൽ. ഗോൾഡൻ ഫൈനലി ഫൗണ്ട് മൈ സാരി. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ലാസ്റ്റ് എനിക്കൊരെണ്ണം ഇഷ്ടപ്പെട്ടു. പക്ഷെ അതങ്ങോട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് തപ്പാം. അങ്ങനെ തപ്പിയപ്പോൾ എനിക്കൊരെണ്ണം കിട്ടി.
ഐ എം സോ ഹാപ്പി. അമ്മ അടി കൂടിക്കൊണ്ട് നിൽക്കുകയാണ്, അമ്മയ്ക്കത് വേണമെന്ന്. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല, ഇതെനിക്കാണ്. യെസ്, ഇവർ സ്റ്റിൽ സെർച്ചിങ്. ഹായ് ഗൈസ്, നമ്മൾ 3 പേരും സാരി എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും വാങ്ങിച്ചില്ല. വെറുതെ ഷീമാട്ടി പോയി വാങ്ങിക്കണം. വെറുതെക്ക് ചെങ്ങണ്ണാണ്, ഒന്നും തോന്നരുത്. ജാടയുള്ളതുകൊണ്ടല്ല ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പം വൈകുന്നേരം മറ്റേ മുന്താണീര് അവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഫൈനലി എനിക്ക് വാങ്ങി, മയൂരിക്ക് വാങ്ങി, നാട്ടിൽ. ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകണം ട്രെയിനിൽ? കുറേ ബാഗുണ്ട് നമുക്ക് ട്രെയിനിൽ കൊണ്ടുപോകാൻ. ഇപ്പം എത്ര മണിയാണ്? 3:40 3:40 നമ്മൾ ഷീമാട്ടി പോയിട്ട് വേണം വരുന്നൊരു സാരി. അതിന് പോയോ ഇല്ലെന്നും അറിയത്തില്ല. നമ്മൾ ഇന്നലെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. മാറ്റി വെച്ചെങ്കിൽ ഇന്ന് വരത്തേക്ക് കിട്ടും, ഇല്ലെങ്കിൽ വരുന്ന സാരി കൊടുക്കാതെ വരും കല്യാണത്തിന്. ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് 40s എടുത്തല്ലേ വരുന്നത് ക്യാമറയുടെ ബാക്കിൽ. ഞാൻ അടുത്തത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പരിപാടി. മിക്കവാറും ഷീമാട്ടി പോയിട്ട് നേരെ അല്ലേ ഹോട്ടലിൽ ചെന്ന് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിൽ പോയി. ഇപ്പോൾ ചേച്ചി മയൂകര അവർക്ക് അമ്മയ്ക്ക് സാരി നോക്കുന്നു, അതുകൊണ്ട് കഴിഞ്ഞ് പോകണം. ഷീമാട്ടി നമ്മൾ ഷീമാട്ടിയിൽ വന്നു. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സ്റ്റോർ നമ്മുടെ സാരി എടുക്കുന്നതിൽ. സാരി എടുക്കാൻ ആർക്കും ഇല്ല, അഫ്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി ട്രിവാൻഡ്രം പോത്തീസിലോ ജയലക്ഷ്മിയിലോ എന്തെങ്കിലും പോയിട്ട് PMR സംഗീതിൻ്റെ ഡ്രസ്സ് നോക്കണം. മെറ്റീരിയൽ ഡ്രസ്സല്ല, മെറ്റീരിയൽ നോക്കി അതും കൂടെ ഉള്ളൂ. പിന്നെ അമ്മൂൻ്റെ നോക്കണം. അമ്മൂന് സാരി അമ്മു വന്നിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവർ രണ്ടുപേരും വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് മാക്സിമം ഇവിടുന്ന് എടുത്ത് വയ്ക്കാനാണ്, ഇപ്പം തന്നെ എടുത്ത് വയ്ക്കാനാണ് പ്ലാൻ. ബട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടത്തോടെ കഴിയും. യെസ്, അതുവരെ കാണാനില്ല. വരെ ഒരു ആരും കൊണ്ടുപോയോ? വരതേരെ സാരി നമ്മൾ തപ്പുവാണ്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണ് വെച്ചത് അല്ലേ? ഇതിൻ്റെ അടിയിലാണ് വെച്ചത്. കാണും, ഇതിൻ്റെ അടിയിലാണ് ഞാൻ വെക്കുന്നത് കണ്ടത്. ഇതിൻ്റെ അടിയിലായിരിക്കും. നമുക്ക് അവരുടെ ഉദ്ദേശം ഇന്നലെ മാറ്റി വയ്ക്കാൻ പറഞ്ഞ സാരി കണ്ടില്ല. സോ വഴക്കൂടി വീഡിയോ എടുക്കാനുള്ള പക്ഷെ വരത. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം തമിഴാണ്. വരത ഉടനെ തമിഴ്. അയ്യോ, എന്താണ് പറഞ്ഞത്? முடியலன்னா முடியாதுன்னு சொல்லியிருந்தீங்கன்னா நாங்கள் வாங்கிப்பேன்ல. அது அப்படின்னு അങ്ങനെ இதுக்கு பகரமா പച്ച. അയ്യോ അയ്യോ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പോവായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോൾ വരുന്ന വഴി നടുക്ക് സാരി ഉടുത്ത് ഫോൺ നോക്കി നിൽക്കും, കണ്ണാടിയും വെച്ച്. ഞാൻ അങ്ങനെ മയൂരോട് ചോദിച്ചു, ഇതെന്ത് ഇവളെന്തിങ്ങനെ നിൽക്കണേ? സ്റ്റിൽ ഡിസൈഡിങ്. മയൂകയും കാണാനില്ല. ഇവക്ക് മയൂക്കും കോള് വന്നു നോക്കിയും വരത മാത്രം നടുക്ക് നിൽക്കണം. ആൾക്കാരെല്ലാം വരത് തട്ടിയൊക്കെ പോകും. സാരിയൊക്കെ കൊടുത്ത് കണ്ണാടി വെച്ച് പോകണം. ഓക്കെ, ഫൈനലി വരത വാങ്ങിച്ചു. ബില്ല് എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. കണ്ണിൻ്റെ അവസ്ഥ ചെങ്കണ്ണാണ്. ജാടയാണെന്ന് വിചാരിക്കരുത് ഗൈസ്, ചെങ്കണ്ണാണ്.
ഓക്കെ, എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ചേച്ചിക്ക് ഇതിന് പറയണ്ടോ? ട്രിപ്പ് ഇന്ന് പക്ഷെ പെട്ടെന്ന് നമ്മുടെ ടൈം പോയ പോലെ നമുക്ക് തോന്നി. ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങിയോണ്ടായിരിക്കും. ഇന്നലെ ഇവിടെ എത്തിയപ്പോഴേ 9:15 ആയി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 12 ആയി. പിന്നെ കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ സമയം പോയി. അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഊബറിന് വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഹോട്ടലിൽ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകും. ഇപ്പം 6:30 നമുക്ക് 7:15 ട്രെയിൻ. നമ്മുടെ ഓട്ടോ ഒന്ന് എറണാകുളം ടൗൺ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിന് ബാക്ക് ടു ട്രിവാൻഡ്രം. നമ്മൾ എത്തി. ചേട്ടനും ചേച്ചിയും വിളിക്കാൻ വന്നു. കണ്ടുപിടിക്കണം ഇനി. നമ്മൾ 4 കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര കട പോയി ഇൻ ടോട്ടൽ? 10 10 കൂടുതൽ പോയി. 10 പോയി കാണും എന്തായാലും. യെസ്, ബൈ. Hi Dad. How are you? Dad ഉറങ്ങിയില്ലേ? ഉറങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ കിട്ടാതെ ബാജി സാരി കിട്ടി. ബാജി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എനിക്ക് സാരി കിട്ടിയെന്ന്. ഓക്കെ ഗൈസ്, ബൈ.